അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം നടക്കും. ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് തീരുമാനം. തർക്കമുള്ള 15 വോട്ടുകൾ എണ്ണരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ധാർമ്മിക സമരം വിജയം കണ്ടുവെന്ന് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ അവകാശപ്പെട്ടു. വിസിയുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് വോട്ടെണ്ണൽ നീളാൻ കാരണമെന്നും ജി മുരളീധരൻ പറഞ്ഞു. ഹരികൃഷ്ണൻ നൽകും അതിന്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ഹരി, ഇപ്പോൾ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വന്നു, അതിന് പിന്നാലെ ഇപ്പോൾ ഈ വോട്ടെണ്ണൽ നടക്കുമെന്നും പറയുന്നു. വിവരങ്ങൾ എന്താണ്? പ്രജന് അതീവ നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി ഈ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതീവ നാടകീയ രംഗങ്ങളാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടന്നത്. വലിയ രീതിയിലുള്ള ഉപരോധ സമരം, അതായത് ഇത്തരത്തിൽ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേലിനെ ഇടതു സംഘടനകളും ഇടതു വിദ്യാർത്ഥി സംഘടനകളും ഖരാവോ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 8 മണി മുതൽ 10 മണി വരെയാണ് നടന്നത്. ഇതിന്റെ ഫലപ്രഖ്യാപനം അത് കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ എന്ന രീതിയിൽ ഈ VC നിലപാടെടുക്കുന്നു. അതിൽ ആണ് ഇത്തരത്തിൽ ഇടതു സംഘടനകൾ പ്രതിഷേധം അറിയിച്ചത്. ഏറ്റവും ഒടുവിൽ ഈ ധാർമ്മികമായി ഈ SFIയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകളുടെ സമരം വിജയിച്ചു എന്ന് വേണം പറയാൻ. അതായത് കോടതി വിധി അവർക്ക് അനുകൂലമായി വന്നു എന്നുള്ളതാണ്. അതായത് ഈ തർക്കം നിലനിൽക്കുന്ന 15 വോട്ടുകൾ, കോടതിയിൽ പരിഗണിക്കുന്ന 15 വോട്ടുകൾ, അത് മാറ്റിവെച്ചുകൊണ്ട് ബാക്കി 82 വോട്ടുകൾ എണ്ണി ഫലം പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് കോടതി വിധി. കോടതി വിധിക്ക് പിന്നാലെ തന്നെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഇത്തരത്തിൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഉടൻ തന്നെ ഫലം പ്രഖ്യാപിക്കുമെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ അടക്കം നിയമോപദേശം VCക്ക് ലഭിച്ചതാണ്. എന്നിട്ടും ഇക്കാര്യത്തിൽ വഴങ്ങിയില്ല. ഒടുവിൽ ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് VCക്ക് എത്തേണ്ടി വന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ഹരികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.